നിങ്ങൾ ഏത് മതത്തിലോ രാഷ്ട്രീയത്തിലോ വിശ്വസിച്ചോളൂ, കുഞ്ഞുങ്ങളുടെ മരണം കണ്ടിച്ചിരിക്കുന്ന നിങ്ങളെ മനുഷ്യൻ എന്നാണോ വിളിക്കേണ്ടത്? എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? മനസ്സിൽ വലിയൊരു വേദനയും ഭാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ മലയാളികൾ ഒന്നടങ്കം നെഞ്ചു പൊട്ടി കരഞ്ഞ ഒരു വാർത്തയായിരുന്നു സൗദിയിൽ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു മലയാളി കുടുംബത്തിനുണ്ടായ ആ വലിയ അപകട വാർത്ത. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം ഒന്ന് ഓർത്തു നോക്കൂ. ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് പുണ്യഭൂമി സന്ദർശിക്കാൻ ഇറങ്ങിയ ആ കുരുന്നുകൾ ഇന്ന് ഭൂമിയിലില്ല. സ്വന്തം കൺമുന്നിൽ തങ്ങളുടെ ജീവനായ മക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ, ആ മാതാപിതാക്കളുടെ സങ്കടം അളക്കാൻ ഈ ലോകത്ത് ഏതെങ്കിലും വാക്കുകൾക്ക് സാധിക്കുമോ? ഒരു വ്യക്തി ഇട്ട കമന്റ് കേട്ടപ്പോൾ സത്യത്തിൽ ചോര തിളക്കുകയല്ല ചെയ്ത് സഹതാപമാണ് തോന്നിയത്. ആ പിഞ്ചു പൈതങ്ങളെ മൃഗങ്ങളോട് ഉപമിക്കാനും അവരുടെ മരണം ആഘോഷിക്കാനും ഒരു മനുഷ്യന് എങ്ങനെയാണ് തോന്നുന്നത്? നിങ്ങൾ ഏത് മതത്തിലോ രാഷ്ട്രീയത്തിലോ വിശ്വസിച്ചോളൂ, കുഞ്ഞുങ്ങളുടെ മരണം കണ്ടിച്ചിരിക്കുന്ന നിങ്ങളെ മനുഷ്യൻ എന്നാണോ വിളിക്കേണ്ടത്? മറ്റൊരാളുടെ കണ്ണീരിൽ സന്തോഷം കണ്ടെത്തുന്ന ഇത്തരം മാനസിക വൈകല്യമുള്ളവർ നമ്മുടെ സമൂഹത്തിലുള്ളത് നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രവാസ ലോകത്ത് ചോര നീരാക്കി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവിതം തകർന്നടിയുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഇത്തരം വിഷജന്തുക്കളെ നമ്മൾ തകർത്തെറിയണം, തിരിച്ചറിയുകയും വേണം. സാംസ്കാരിക കേരളത്തിന് ഇതൊരു വലിയ നാണക്കേട് തന്നെയാണ്. നിയമത്തിന് മുന്നിൽ ഇത്തരം ക്രൂരതകൾക്ക് മറുപടി കിട്ടുക തന്നെ വേണം. ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരാൻ പറ്റിയില്ലെങ്കിലും ആ മുറിവിൽ ഉപ്പിടാതിരിക്കുക. മനുഷ്യത്വം എന്നുള്ളത് വെറും വാക്കല്ല, അത് തിരിച്ചറിയാനുള്ള മനസ്സാണെന്ന് ഇത്തരം ആളുകൾ തിരിച്ചറിയണം. ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും അപകടങ്ങളും ദുരന്തങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ഒരാളും ഒരു കമൻ്റ് ഇട്ട് പോലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ ഇരിക്കുകയോ, നമ്മളെ കൊണ്ടാവണത് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ അതിൽ വേദനയിൽ പങ്കെടുത്തില്ലെങ്കിലും നമ്മൾ കുഴപ്പമില്ല. നമുക്ക് മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ടോ ഒരു കമൻ്റ് കൊണ്ടോ പോലും ഒരാളും ഒരിക്കലും മറ്റു മനസ്സുകളെ വേദനിപ്പിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിൽ സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ വേദന നമ്മൾക്ക് മനസ്സിലാവുന്നത്. സ്വന്തം വീട്ടിൽ നടക്കുമ്പോഴാണ്. പക്ഷേ ഇത്തരം ചില മനുഷ്യജന്മങ്ങൾക്ക് സ്വന്തം വീട്ടിലും സംഭവിച്ചാൽ പോലും അവർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് പരമാർത്ഥമായ സത്യം. നമ്മൾ മലയാളികൾ ഒന്നടക്കം ചേർന്ന് പിടിച്ച് നെഞ്ചു പൊട്ടി കരഞ്ഞ ആ വാർത്ത അവരെ ആഘോഷിച്ചപ്പോൾ അവരുടെ മനസ്സിൽ എത്ര ക്രൂരമായിട്ടുള്ളൊരു മനസ്സായിരിക്കണം അല്ലേ? ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം.